കിളിമാനൂരിൽ നടുറോഡിൽ വയോധികനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ ഓടിച്ചത് പാറശാല SHO അനിൽകുമാർ ആണെന്ന് കണ്ടെത്തൽ. ഇടിച്ചിട്ട് നിർത്താതെ പോയതിനോടൊപ്പം തെളിവ് നശിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അനിൽകുമാറിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ SP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മണിക്കൂറുകളോളം റോഡിൽ ചോര വാർന്ന് കിടന്നതിനു ശേഷമായിരുന്നു കിളിമാനൂർ സ്വദേശി രാജൻ മരിച്ചത്. കഴിഞ്ഞ ആഴ്ച പുലർച്ചെ 5:30 കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജൻ താമസ സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇവ. അവസാനമായി രാജനെ ജീവനോടെ കാണുന്ന ദൃശ്യങ്ങളും ഇതാണ്. റോഡിലിറങ്ങിയതിന് പിന്നാലെ ഒരു വാഹനം രാജനെ ഇടിച്ചു തെറിപ്പിച്ചു കടന്നുപോയി. നിലവിളിച്ചും ചോരവാർന്നും മണിക്കൂറുകളോളം രാജൻ നടുറോട്ടിൽ കിടന്നു പിടഞ്ഞു. കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തിയായിരുന്നു ഈ വയോധികനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. രാവിലെ 5:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ അറിയണത് 6 മണിക്കാണ്. അപ്പോൾ 1.5 മണിക്കൂർ നേരം കൊണ്ട് അവിടെ കിടന്നെന്നാണ് പറയണത്. അവിടെ ഒരു പോലീസുകാർ ആരെ വണ്ടിയാണ് തട്ടിയെന്നും പറയണം. പക്ഷേ അത് അവർ തട്ടിയിട്ട് ക്ലാസ്സിൽ കൂടെ നോക്കിയപ്പോഴത്തേനും ആൾ എഴുതിച്ച് പോകണമെന്ന് പറയണം, കണ്ടെന്നും പറയണം. അപ്പോൾ പിന്നെ അത് അങ്ങനെ കഴിച്ചു പോകണമെങ്കിൽ ഒരു തട്ടലും മുട്ടലായിരുന്നാലും ആ പോലീസായിരുന്നാലും വേറെ ആരായിരുന്നാലും വന്ന് അത് തിരിച്ച് വന്ന് എവിടെയാണ് തട്ടല മുട്ടല കൊണ്ടാണ് നമുക്ക് ആശുപത്രിയിൽ പോവാം എന്നൊരു വാക്ക് പറയാതെ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ അത് ശരിയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനം തിരിച്ചറിഞ്ഞത്. വാഹനം അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചുവെന്നാണ് FIR. വാഹനം ഓടിച്ചത് പാറശാല SHO അനിൽകുമാർ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 7/9/2025 രാവിലെ 6:10 തിരുവല്ലം ടോൾ പ്ലാസ വഴി CI അനിൽകുമാറിന്റെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണിവ. കാറിന്റെ വലതുവശത്തുള്ള മിറർ പൊട്ടിയിട്ടുണ്ട്. അല്പമൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാറിന്റെ മുൻവശത്ത് ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ തകർന്നിരിക്കുന്നതും കാണാം. ഇതിൽ വാഹനം ഓടിച്ചത് അനിൽകുമാർ ആണെന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഇനി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത കാറിന്റെ ദൃശ്യങ്ങൾ നോക്കുക. പുതിയ പെയിന്റ് അടിച്ച് മിറർ ഘടിപ്പിച്ച് പുതുക്കിയ മാരുതി 800 കാറാണ് ഇത്. അതായത് സംഭവത്തിന് പിന്നാലെ തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷം കാർ സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെയ്തത്. പാറശാലയിലെ വർക്ക്ഷോപ്പിൽ കാർ എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാലുള്ള പരിശോധനയിൽ തന്നെ CIയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കുമെന്നും റൂറൽ SP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകർ തന്നെ ആ ജീവൻ പോകുന്നത് നോക്കി നിന്നാൽ എന്തു ചെയ്യും? അത്തരം പോലീസുകാർക്കെതിരെ കർശന നടപടി തന്നെ വേണം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.